അതെ, ഞായറാഴ്ച നിങ്ങൾ എങ്ങോട്ട് പോ നിക്ക? ഞാൻ ജിതിന് വീട്ടിൽ പോവാ. അവിടെ കല്യാണല്ലേ? കല്യാണം ബുധനാഴ്ച അല്ലേ? അതിന് ഇന്നെന്തിനാ പോന്ന്? ഇന്ന് അവിടെ 12 ആള് വരികടോ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെയാള്. ഇത്ര ദിവസം ജോലി തിരക്കാണ്, അതാണ് ഇതാണ് ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ കഴിയില്ല. പോട്ടെ, ഒരുപാട് പണിയുണ്ടാണ്. ഫ്രണ്ട് തന്നെയല്ലേ, അല്ലാണ്ട് ബന്ധുക്കളൊന്നും അല്ലല്ലോ 4 ദിവസം മുമ്പ് കല്യാണ വീട്ടിൽ പോവാൻ. അതെ, എനിക്ക് എന്റെ വീട്ടിലൊന്ന് പോവാണ്ട്. എന്റെ സന്ധ്യ വീട്ടിൽ പോയിട്ട് ഇപ്പൊ അത്യാവശ്യമൊന്നും ഇല്ലാലോ. ഈ കല്യാണം തിരക്കുന്ന കഴിഞ്ഞോട്ടെ, നമുക്ക് അടുത്ത ഞായറാഴ്ച പോവാ. ഓ, അപ്പൊ എന്റെ വീട്ടുകാരെക്കാളും വലുതാണല്ലേ നിങ്ങക്ക് നിങ്ങളുടെ കമ്പനിക്കാര്? എന്റെ കുഞ്ഞമ്മ രാജസ്ഥാനിൽ വന്നിട്ടുണ്ട്. അവർക്ക് നമ്മുടെ കല്യാണത്തിനടക്കം വരാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ നമ്മളെയും കഥ അവിടെ നിക്കുക. സന്ധ്യ അവര് വന്നിട്ടല്ലേ ഉള്ളൂ, കുറച്ചുകൂടി നാട്ടിലുണ്ടായില്ലേ. എടാ ഇവൻ ജിതി എന്റെ കല്യാണത്തൊക്കെ ഒരാഴ്ച മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. പറയുകയാണെങ്കിൽ പോലീസുകാരനാ. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരിക. എനിക്കാണെങ്കിൽ അവന്റെ അനിയത്തിന്റെ കല്യാണമായിട്ട് അങ്ങോട്ട് പോകാനും പോലും പറ്റില്ല. ഇന്നുകൂടി പോയില്ലെങ്കിൽ മോശമാണത്. കല്യാണത്തിന് മുമ്പ് അങ്ങനെ തന്നെ ആയിരിക്കും. അതും പറഞ്ഞിട്ട് കല്യാണ ശേഷം ഏത് നേരം ഫ്രണ്ട്സ് വേണ്ടി നടക്കുക. അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിന് അവര് വരുമോ? നിങ്ങൾ അതൊന്നും പറഞ്ഞിട്ട് വേഗം വരാൻ നോക്ക്. എനിക്ക് എന്തായാലും പോയേ പറ്റൂ. അതെ, ഇവന്റെ നല്ലൊരു കമ്പനിക്കാരനവൻ. ഇവിടുത്തെ എല്ലാ കാര്യത്തിനും മുൻപിൽ വന്ന് കാര്യങ്ങൾ നടത്തിരുന്ന കുട്ടിയാ. കുടുംബത്തോടെ പോകാൻ പറഞ്ഞിരിക്കുകയാണ് അവൻ. പിന്നെ അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് 12 പോകാതിരുന്നാ പിന്നെ അവൻ എന്ത് കമ്പനിക്കാരനാ? മോനെ, ഇവളുടെ വീട്ടിലൊക്കെ പിന്നെ പോകടാ. നീ പോകാൻ നോക്ക്. ഇവളുടെ കൂട്ടം ഇങ്ങോട്ട് പോകാതിരുന്നല്ലേ നിന്റെ കമ്പനിക്കാരെ നിന്നെ വിട്ടു പോകും. അയ്യോ, പിള്ളേർ വിളിക്കുന്നു. എന്നാ ശരി സന്ധ്യ. എടാ എത്തി ഇതാ വന്നു. അവളുടെ വീട്ടിൽ നീ പോണത്രേ. അതാണല്ലോ എന്റെ മോന് പണി. നീ അങ്ങനെ സുഖിക്കണ്ടടി. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അവന്റെ വീട്ടുകാർ കഴിഞ്ഞിട്ടേ നീയുള്ളൂ. നീയല്ലേ അവന്റെ പിന്നാലെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് പോയിരുന്നത്. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ അവന്റെ തനി സ്വഭാവം? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമ്മേ? ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് മോങ്ങിട്ട് എന്താ കാര്യം? അവൻ നമ്മൾ പറയുന്ന രീതിയിൽ നടക്കണം. അതിനല്ലേ അമ്മ നിന്നെ ഓരോ കാര്യം ചെയ്യുമ്പോഴും വിളിച്ച് പറഞ്ഞിരുന്നത്. അപ്പൊ അതൊന്നും നിനക്ക് കേൾക്കാൻ നേരില്ല. എന്നിട്ട് നീ നിന്റെ തോന്നിയോണം നടന്നു. എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് എന്താ ചെയ്യാന്നാ? എന്റെ പൊന്നു മോളെ, ഇനിയെങ്കിലും നീ അമ്മ പറയണതൊന്ന് കേക്ക്. നമ്മൾ ഭാര്യമാര് പറയണോടത്ത് ഭർത്താക്കന്മാര് നിക്കണം. അപ്പോഴാണ് നമ്മൾ ഭാര്യമാർക്ക് ഒരു ബലം ഉണ്ടാവുള്ളൂ. എന്റെ അമ്മ അതിന് ഏട്ടന് വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി ഞാൻ പറഞ്ഞതാണെങ്കിൽ കല്യാണം ഒന്നും വേണ്ട പറഞ്ഞിട്ട് എന്റെ കൂടെ വന്നേനെ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു സാധനം വന്നല്ലോ, അതന്നെ ഏറ്റവും വലിയ പ്രശ്നം. അതന്നെയാ അമ്മയും പറഞ്ഞു വന്നത്. അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ പറയണത് കേട്ട് നടക്കാം. അത് കല്യാണത്തിന് മുന്നെയാണ്. കല്യാണത്തിന് ശേഷം അവൻ നീ പറയണതല്ലേ കേൾക്കേണ്ടത്. ഇതൊക്കെ നീ പോരാഞ്ഞിട്ടോ. ഇനി അമ്മ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ആദ്യേ അവന്റെ വീട്ടുകാരിൽ നിന്ന് അകറ്റാൻ നോക്ക്. വീട്ടുകാരെ വിട്ട് അകറ്റാനോ? എന്റെ അമ്മ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ നോക്ക്. ഇതൊന്നും ജന്മത്ത് നടക്കാത്ത കാര്യാ. ഹോ, തുടങ്ങി പെണ്ണിന്റെ. വെറുതെ അല്ല അവൻ നിന്റെ രീതിക്ക് വരാത്തത്. നീ ആദ്യം സ്ട്രോങ് ആവ്. ഒരു പെണ്ണ് വിചാരിച്ചാലേ മാറാത്ത ആണുങ്ങളുണ്ടാ ഇക്കാലത്ത്. എന്നാലും അമ്മ എന്നാലും ഇല്ല. നിനക്ക് നിന്റെ ഭർത്താവിനെ കൂടെ വേണ. എന്നാ നീ അമ്മ പറയണത് അനുസരിക്കേ. എത്ര ചാർജ് ചെയ്തിട്ട് നിൽക്കുന്നില്ലല്ലോ, ഫോണ് മാറ്റാനത്. എടാ, നീ കല്യാണ പണിയിൽ 12 സഹായിക്കാൻ പോയതല്ലേ? ഇതെന്താ നേരത്തെ വരുന്നേ? അവിടെ പണിയൊന്നുമില്ലേ? പണിയൊക്കെ ഉണ്ടാകുമ്പോ ഒരുപാട് പണിയുണ്ട്. എല്ലാ പിള്ളേരും അവിടെയാണ്. പോകുന്ന സമയത്ത് കൊണ്ട് ദേഷ്യപ്പെട്ട് പോയതല്ലേ. നിങ്ങളെ കുഞ്ഞമ്മറ്റ രാജസ്ഥാനിലെടുത്ത നാട്ടിലെത്തിയിട്ടുണ്ട്. കുറെ ദിവസമായി പറയുന്നത്. എന്തായാലും ഇവിടുന്ന് 1 മണിക്കൂർ ഓട്ടല്ലേ, അവളെയും കൂട്ടി പോട്ടെ. വെറുതെ സങ്കടപ്പെട്ടിരിക്കും മുഴുവൻ. സങ്കടപ്പെട്ടിരിക്കേ? ആര്? നിന്റെ ഭാര്യ? നിനക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ? എടാ, കൂട്ടുകാരന്മാരോട് പോകാതിരിക്കുക എല്ലാ ഭാര്യമാരുടെ തന്ത്രമാണിത്. സങ്കടപ്പെട്ടിരിക്കുന്ന ആളാണല്ലോ വയലിൽ റീൽസ് ചെയ്യാൻ പോയിരിക്കുക. ഇതാണ് അവളുടെ സങ്കടം. ഫോൺ എടുത്ത് വയലിൽ റീൽസ് ചെയ്യാൻ പോയെന്നോ? ആ മോനെ, ഇത്രയും കാലമായിട്ട് ഞാൻ അവളെ കുറിച്ച് നിന്നെ കൊണ്ട് ഒന്നും പറഞ്ഞു തരാണ്ട. ഭാര്യനെ കുറിച്ച് നിന്നെ കൊണ്ട് കുറ്റം പറഞ്ഞ നീ എന്താ വിചാരിക്കുക? നീ ജോലിക്ക് പോകുന്നവരെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിക്കും. നീ പോയി കഴിഞ്ഞാൽ ഫോൺ കൊടുത്ത് ഒറ്റ പോക്ക വയലിലേക്ക്. എന്തെങ്കിലും പറയാൻ പറ്റുമോ? പണ്ടത്തെ കാലമാണോ? എന്തെങ്കിലും പറഞ്ഞ അമ്മായിമ്മ പോരടിച്ചു പറയും. ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ തലയിൽ കയറാൻ നിൽക്കുകയല്ലേ. നല്ല ആളാത്. ഞാൻ പിള്ളേരോട് എന്തൊക്കെ പറഞ്ഞാ ഇങ്ങോട്ട് വന്നത്. അവന്മാർക്ക് ഭയങ്കര കലിപ്പില്ല. അവിടെ എത്ര പണിയുണ്ടെന്ന് അറിയോ? ഇവക്ക് വേണ്ടി ഇങ്ങോട്ട് ഓടി വന്ന വയലിൽ പോയി റീൽസ് ചെയ്യാ. പിന്നല്ലാതെ നീ അല്ലാതെ ഇപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും വരുവാ? ദാ മോനെ, നിന്റെ കല്യാണത്തിന് അവരവിടെ വന്ന് രാവും പകലും പണിയെടുത്ത് തന്നതാ. നീ പോയിട്ടേ അവിടെ എന്താ പണി ചെയ്തു കൊടുത്ത് രാത്രി പതുക്കെ വന്നാ മതി. ഫോണിൽ ചാർജ് കുത്തിയിട്ടോട്ടെ. വേണ്ട വേണ്ട വേണ്ട, അത് ഞാൻ കുത്തിയിടാം. നീ പോ. എന്നോട് നിന്റെ കളി.
രാവിലെ ദേഷ്യപ്പെട്ട് പോയതാണ്. നീ ഓക്കെ ആണെന്ന് ഒന്ന് വിളിച്ചു ചോദിച്ചൂടെ? ഒരു മെസ്സേജുകൾ അയച്ചൂടെ? ചോദിക്കില്ലല്ലോ. അമ്മ പറഞ്ഞ ശരി തന്നെയാ. എന്നോട് ഒരു സ്നേഹവും ഇല്ല ഈ മനുഷ്യന്. എവിടെ വെച്ച്? സന്ധ്യ, സന്ധ്യ, എന്തേ? സന്ധ്യന്റെ വൈറ്റ് ഷർട്ട് അടിച്ച്. വൈറ്റ് ഷർട്ടോ? അതൊന്നും ഞാൻ നല്ല വാഷ് ചെയ്തിട്ടില്ല. അതാ ബാസ്കറ്റിൽ തന്നെ ഉണ്ട്. വാഷ് ചെയ്തിട്ടില്ലേ? നീ എന്ത് പരിപാടി ചെയ്തു സന്ധ്യ? ഇന്നലെ നിന്നോട് പറഞ്ഞല്ലേ ഇന്ന് ഓഫീസിൽ പരിപാടി ഉണ്ട്, എനിക്ക് വൈറ്റ് ഷർട്ട് വേണമെന്ന്. നീയല്ലേ തിരുമ്പാ പറഞ്ഞത്? എനിക്ക് പറ്റില്ല പറഞ്ഞൂടെ? ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നോ? ഞായറാഴ്ചയായിട്ട് നിങ്ങൾ ഇട്ടിട്ട് പോയതല്ലേ. ഞാൻ അവിടെ വെറുതെ ഇരുന്നൊന്നല്ല, എനിക്കിവിടെ ഒരുപാട് പണിയുണ്ടായിരുന്നു. എന്ത് പണി? ഫോൺ എടുത്ത് വയലിൽ പോയിട്ട് റീൽസ് ചെയ്യുന്നോ? അതാണോ നിന്റെ പണി? ഫോൺ എടുത്ത് വയലിൽ പോയിട്ട് റീൽസ് ചെയ്യേ? ആര്? മര്യാദക്ക് സംസാരിച്ചോ. നിർത്തടി. നീ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? നിന്റെ ഭർത്താവാണ്, റെസ്പെക്ടോട് സംസാരിച്ചോ. അപ്പുറം ഇപ്പുറം പെൺകുട്ടികൾ നോക്ക്. ഭർത്താവൻ ദൈവത്തിനെ പോലെ കാണുന്നു, കമാവ് രക്ഷണം വേണ്ടില്ല. അവൻ ജോലിക്ക് വന്നിക്കല്ലേ, അപ്പൊ നീ വാഴ്ത്തൊന്ന് വിളിച്ചു പറയുന്നവനെ? എന്റെ ഭർത്താവിന് വേണ്ടത്ര റെസ്പെക്ട് കൂടെ എനിക്കറിയാം. അതിൽ അമ്മ കൂടുതലായിട്ട് ഇടപെടാൻ നിൽക്കണ്ട. നീ അമ്മയോട് എന്തൊക്കെയാ പറയുന്നത്? അതിന് ഞാൻ പറഞ്ഞല്ലോ, അമ്മയില് നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ നിന്ന് നമ്മളായിട്ട് ഈ പ്രശ്നം തീർക്കില്ലേ? അമ്മ ഓടി വന്നിട്ട് ഇടപെട്ടതല്ലോ, നിന്റെ നിലവിളി ഇട്ടി കൊണ്ട് വന്നാലേ. മതി 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 മക്കളെ, നീ എന്റെ പേരും പറഞ്ഞ് നിങ്ങൾ പ്രശ്നം ഉണ്ടാകണ്ട. എന്റെ മോൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞ് നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാണ്ട് ഞാനൊന്ന് പറഞ്ഞു പോയതാ, അല്ലാണ്ട് നിങ്ങളുടെ കാര്യത്തിന് ഇടപെട്ടതല്ല. അറിയാതെ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും. എന്ത് പണിയാണ് നീ കാണിച്ചത്? ആ പാവത്തിന് നിങ്ങൾ സങ്കടപ്പെടുത്തിയപ്പോ നിങ്ങൾ സമാനായോ? കഷ്ടം തന്നെ സന്ധ്യ. അത് ഇത് ഏതപ്പോ സ്ഥലം? കണ്ടിട്ട് വഴി മനസ്സിലാവണം കൂടിയില്ല. എടി മോളെ, ഞാനേ ഓട്ടോറിക്ഷ തെറ്റി ഇറങ്ങി തോന്നണോ? നിന്റെ ശരിക്കുള്ള സ്ഥലത്തിന്റെ പേരൊന്ന് പറഞ്ഞേ. ഓ എന്റെ അമ്മ, ഞാൻ ആ ലയത്തിന്റെ ബോർഡിന്റെ ഇവിടെ ഇറങ്ങാനല്ലേ പറഞ്ഞത്. ആ തെറ്റിയിട്ടൊന്നുമില്ല. അവൻ തിരിഞ്ഞു എങ്ങോട്ട്? ആ കണ്ടു കണ്ടു. വഴി മനസ്സിലാവണെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് മോളിലെ കാണാൻ ഇങ്ങോട്ട് വരണം. അല്ല അമ്മ എന്തിനാ എന്നെ അർജന്റായിട്ട് കാണാൻ പറഞ്ഞേ? എന്താ കാര്യം? അതൊന്നേ ഇവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല, എനിക്ക് നിന്നോട് കുറച്ച് പറയാണ്ട്. എന്നാ അമ്മ വീട്ടിലേക്ക് വാ. ഓ വീട്ടിലേക്കൊന്നും ഞാനില്ല, അവിടെ നിന്റെ അമ്മായിമ്മ ഉള്ളതല്ലേ. അമ്മായിയും വേണ്ടിക്ക് എന്താ? അമ്മ എന്നെ കാണാൻ വേണ്ടി വരികയല്ലേ, അതിനിപ്പോ അവരെന്ത് പറയാനാ? ഓ എന്റെ പെണ്ണെ, നീ എന്റെ മോള് തന്നെയാണോ? നീ ഇനിയും കുറെ മാറാനുണ്ട്. ഞാൻ അവർക്കുള്ള പണി കൊടുക്കാൻ വേണ്ടി മെനക്കെട്ട് ഇങ്ങോട്ട് വന്നപ്പോ അത് അവരുടെ വീട്ടിലിരുന്നിട്ടാ സംസാരിക്കാ? നീ ഇങ്ങോട്ട് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. എന്തായാലും നിന്നെ കൊണ്ടൊന്നും അവരെ പിരിപ്പിക്കാൻ പറ്റില്ല എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഗോപാലേട്ടൻ്റെ അമ്മ മുട്ട കൂടോത്രം ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. നീ അത് അവരുടെ പറമ്പിൽ എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചിട്ടാ മതി, ബാക്കി ആ മുട്ട നോക്കിക്കോളൂ. സ്വന്തം അമ്മയായി പോയി, അല്ലെങ്കിൽ ഞാൻ വേറെ വലുതും പറഞ്ഞേനെ. അമ്മയ്ക്ക് നാണമില്ലേ ഈ മുട്ടയിൽ കൂടോത്രം ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ? എന്റെ അമ്മയെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ അതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചടിക്കും. അതൊന്നും അമ്മയ്ക്ക് അറിയില്ല. തിരിച്ചടിച്ചാലും കുഴപ്പമില്ല, അമ്മയ്ക്ക് നിന്റെ ജീവിതം ഒന്ന് നന്നായി കണ്ടാ മതി. അതിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കോഴിമുട്ടയും കൊണ്ട് വന്നിരിക്കുന്നു, അത് ഇക്കാലത്ത്. അല്ല, ഈ ഐഡിയ ഒക്കെ ആരാ അമ്മയ്ക്ക് പറഞ്ഞു തന്നത്? ഇടി മോളെ, നിനക്ക് ആ കോഴിമുട്ടയുടെ പവർ അറിയാത്തോണ്ടാ. അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. നമ്മുടെ തെക്കേലെ ശാന്തല്ലേ, അവൾ ഇതുപോലെ കഴിഞ്ഞ ആഴ്ച ഒന്ന് ചെയ്തതാ, അവളുടെ കുടുംബക്കാരെ പിരിയിപ്പിക്കാനായിട്ട്. ഒരാഴ്ച കൊണ്ടല്ലേ ആ കുടുംബം തല്ലിപ്പിരിഞ്ഞത്. നിനക്ക് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത് ഒപ്പിച്ചു വന്നത്. എന്നിട്ടിപ്പോ ബെസ്റ്റ്. എന്നിട്ടിപ്പോ ആ തെക്കേലെ ശാന്തിന്റെ അവസ്ഥ എന്താ? അത് അവളിപ്പോ കഴിഞ്ഞ ദിവസം എവിടെയോ പോകുമ്പോ ഓട്ടോറിക്ഷ അടിച്ചിട്ട് അവളുടെ രണ്ട് കാലിലും പ്ലാസ്റ്റർ ഇട്ടിട്ട് വീട്ടിൽ കിടപ്പാ. അടിപൊളി. എന്റെ അമ്മേ, ഈ പരിപാടിക്കൊന്നും ഞാനില്ലേ. ഈ പെണ്ണ്. എന്നാ പിന്നെ ഞാനേ ജപിച്ചിട്ട് ഒരു ഏലസ് കൊണ്ടുവന്ന് തന്നാലോ? ഈ കോഴിമുട്ട ഏലസ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ട് ഈ പറ. എന്ത് നല്ലത് പറഞ്ഞാലും ഈ പെണ്ണിനെ പിടിക്കില്ല. എന്നാലേ നീ ഇനി ഒരു കാര്യം ചെയ്യേ, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് നീ അങ്ങോട്ടേക്ക് വാ. പ്രശ്നം ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് വരേ? നല്ല കാര്യായി. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഏട്ടൻ ഒരു അക്ഷരം മിണ്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ പണിയിട്ട് വരാൻ അങ്ങോട്ട്? അതൊക്കെ നീ വിചാരിച്ചാ പറ്റും. നീ ഒരു കാര്യം ചെയ്യേ, ആ അമ്മായിമ്മയുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്ക്, ബാക്കി ആ തള്ള നോക്കിക്കോളും. എന്തായാലും നീ ഇവിടെ കുറച്ച് ഒച്ച ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വാ. അവൻ എന്തായാലും നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. 2-3 ദിവസം കഴിയുമ്പോൾ അവൻ പത്തി മടക്കിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തും നിന്നെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ ആ തള്ളേനെ എങ്ങനെ ഒഴിവാക്കണ്ടെന്നുള്ളതേ ഈ അമ്മ പറഞ്ഞിരുന്നു നിനക്ക്. അപ്പൊ ചെയ്യല്ലേ? ചെയ്യണം.
വിട്ടോ വിട്ടോ, നിന്നെ തള്ള അന്വേഷിക്കണ്ടാവും. ഈ മുട്ട തരാൻ വേണ്ടിട്ടാ ഞാൻ നേരിട്ട് വന്നത്. ഇതൊക്കെ പറയാനാണെങ്കിൽ ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ ഇതെന്താ ചെയ്യാ? ഒന്ന് കൊണ്ടുപോയ അമ്മേ, കാണുമ്പോ തന്നെ പേടിയാവുന്നു. അപ്പൊ വേണ്ട അല്ലേ? എന്നാ ശരി, നീ വിട്ടോ. ഇവളെന്താ രാവിലെ എനിക്ക് ഫോൺ നോക്കി നിൽക്കുന്നു? അല്ലെങ്കിൽ വേണ്ട, നീ എനിക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. അയ്യോ അയ്യോ, ഓ എന്നെ കൊണ്ട് കഴിയുന്നില്ലപ്പോ. അമ്മ ഭക്ഷണം എടുത്ത് വെച്ചോ, എനിക്ക് പോവാൻ സമയം. എങ്ങനെ ആകാനുള്ള മോനെ? അമ്മയ്ക്ക് 2 കയ്യും കാലല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാനാ? പണ്ടത്തെ പോലുള്ള ആരോഗ്യം ഇല്ല അമ്മയ്ക്ക്. നിന്റെ ഭാര്യയാണ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അവള് നേരെ വന്നില്ലേ? രാവിലെ നേരത്തെ എണിച്ചാലോ, പിന്നെ അവിടെ പോയി. അവൾ എവിടെ വരാൻ? അവളതാ രാവിലെ ഗേറ്റിനോട് ഫോൺ നോക്കിയിരിക്കുന്നു. ഫോൺ നോക്കിയിരിക്കാനോ? അവളോ? സന്ധ്യ, നീ എന്താ രാവിലെ ഫോണുമായിട്ട് നിൽക്കുന്നത്? അടുക്കള പോയിട്ട് അമ്മനെ സഹായിച്ചു കൊടുക്ക്, എനിക്ക് പോവാൻ സമയേ. നിങ്ങളുടെ അമ്മയല്ല അന്ന് പറഞ്ഞത് ഞാൻ ഒരു പണിയും ചെയ്യാണ്ട് വയലിൽ പോയിട്ട് റീൽസ് ചെയ്തോണ്ടിരിക്കാന്ന്. ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ എന്നെ കുറെ ചീത്ത പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഓ എന്റെ സന്ധ്യ. അയ്യോ എന്റെ പൊന്നു മോളെ, നിന്റെ അതേ ഡ്രസ് ഇട്ട രാഘവേട്ടന്റെ മോള് വയലിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടു. ഞാൻ വിചാരിച്ചു നീയാണെന്നുള്ളത്. നിന്നെയാണ് ഇവിടെ എവിടെ നോക്കിയിട്ടും കണ്ടില്ല. അങ്ങനെ അമ്മ പറഞ്ഞതാ, അല്ലാണ്ട് കള്ളം പറഞ്ഞതല്ല മോളെ അമ്മ. ഓ, നിങ്ങൾക്ക് പിന്നെ എന്നെ മനസ്സിലാവുകയില്ലല്ലോ. ദേ ഉരുണ്ട് കളിക്കാൻ നിക്കല്ലേ. അന്ന് അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ ഡ്രസ്സ് മടക്കാൻ വേണ്ടി മേലെ പോയത്. അമ്മ പ്രഷറിന്റെ ഗുളിക കഴിക്കുന്നോണ്ടേ നല്ല ഓർമ്മശക്തി കുറവാ, അതുകൊണ്ട് പറഞ്ഞു പോയതാ, അല്ലാതെ വേണം വെച്ച് പറഞ്ഞതല്ല. ഓ മതി മതി, ഇനി രണ്ടാളും കൂടി ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കല്ലേ. ചെല്ലു സന്ധ്യ, ഇടയ്ക്കിൽ കയറിയിട്ട് വല്ലതും കഴിക്കാനുണ്ടാക്കേ. നിങ്ങൾക്ക് എന്നെക്കാളും വലുത് നിങ്ങളുടെ അമ്മയല്ലേ, അതുകൊണ്ട് ഇനി മുതൽ എല്ലാ കാര്യങ്ങളും അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ സ്വയം ചെയ്യാൻ നോക്ക്. എന്താ സന്ധ്യ രാവിലെ വെറുതെ ദേഷ്യപ്പെടുത്താൻ നിൽക്കല്ലേ? ആ ദേഷ്യപ്പെടുത്തും. ഇനി മുതൽ രാവിലെ ഒരു പണിയും ചെയ്യേണ്ട, ഫോൺ എടുത്ത് ഞാൻ ഇവിടെ ഇരിക്കും. നിങ്ങക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്യും. ദേ സന്ധ്യ, നിന്റെ തോന്നികൾ ഇവിടെ നടക്കില്ല കേട്ടോ. അതൊക്കെ നിന്റെ വീട്ടില്. ഓ ആയിക്കോട്ടെ, ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ടല്ലേ നിങ്ങൾ എല്ലാം കൂടി എന്റെ തലയിൽ കയറാൻ നിൽക്കുന്നത്. ഞാൻ എന്റെ വീട്ടിൽ പോവാ, അപ്പൊ നിങ്ങൾക്കൊക്കെ സമാധാനം ആവുമല്ലോ. എടി മോളെ, അവൻ താഴ്ന്നു വരുന്ന പറഞ്ഞേ നീ തൊലി കയറാൻ നിൽക്കണ്ട കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും പാവം ഒന്നും മിണ്ടില്ല പറഞ്ഞിട്ട് നീ എന്തൊക്കെയാ പറയുന്നത്? വേറെ വല്ല ആണുങ്ങളാണെങ്കിലേ ചെപ്പിക്കുട്ടി അടുത്ത് പൊല താഴെയിട്ടുണ്ടാകും. അവനായതുകൊണ്ട് ശരി. ആ അടിക്കാൻ അങ്ങോട്ട് വരട്ടെ, എന്റെ കൈയും കാലം വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പൊ നിന്റെ ഭർത്താവ് നിന്നെ അടിക്കാൻ വന്നാ നീ തിരിച്ചടിക്കാൻ വന്നല്ലേ? എന്റെ ഭഗവതി, ഞാൻ എന്തെല്ലാം ആളെ കേൾക്കുന്നു. കലികാലം നല്ലത് എന്ത് പറയാനാ? എടാ മോനെ, നീ കേട്ടോ, അവൾ നിന്നെ തിരിച്ചടിക്കുന്നു. എന്താടി, എന്താ നിന്റെ പ്രശ്നം? രാവിലെ തുടങ്ങിയാണല്ലോ. പ്രശ്നം എനിക്കല്ല, നമ്മൾ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോഴേക്കും അത് ഓടി വന്ന പ്രശ്നം വലുതാക്കില്ലേ നിങ്ങളുടെ അമ്മയ്ക്ക്. മതിസന്ധ്യ നിർത്തിക്കോ. അമ്മ പറഞ്ഞ പോലെ ഞാൻ ഒന്നും മിണ്ടാത്തോടെ തലി കയറി നിൽക്കല്ലേ, കൂടുതലായി ഒന്ന് കിട്ടുകയും ചെയ്യും. ഓ, അപ്പൊ നിങ്ങൾ എന്നെ അടിക്കാനും വരില്ലേ? ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കില്ല, ഞാൻ വീട്ടിൽ പോവാ. എടാ മോനെ, പൊയ്ക്കൂട്ടടാ, തിരിച്ചു വിളിക്കണ്ടടാ. 2 ദിവസം അവിടെ പോയിരിക്കുമ്പോഴേ നിന്റെ വില അവൾക്ക് മനസ്സിലാവുള്ളൂ. അയ്യോ ഏട്ടാ എനിക്ക് പറ്റിപ്പോയി, നിന്റെ കാലിന്റെ ചോട്ടിൽ തന്നെ വരും. അതൊരു പാഠം പഠിക്കണടാ. തിരിച്ചു വിളിക്കണടാ മോനെ, നിന്റെ നല്ലതിന് വേണ്ടിടാ ഞാൻ പറയുന്നത്. നിങ്ങൾ രണ്ടാളും സന്തോഷത്തിരിക്കണം മാത്രം അമ്മയ്ക്കുള്ളൂ. തിരിച്ചു വിളിക്കണ്ടടാ മോനെ, തിരിച്ചു വിളിക്കണ്ടടാ. അവൻ എന്തായാലും നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. 2-3 ദിവസം കഴിയുമ്പോ അവൻ പത്തി മടങ്ങിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തും നിന്നെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ ആ തള്ളേനെ എങ്ങനെ ഒഴിവാക്കണ്ടെന്നുള്ളതേ ഈ അമ്മ പറഞ്ഞിരുന്നു നിനക്ക്. നന്നായി മോളെ, ഇപ്പഴാടി നീ അമ്മയുടെ മോളായത്.
അമ്മ പറയണത് മാത്രം കേട്ട് ജീവിച്ചാൽ നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. ഇനി കണ്ടോ, അവൻ 10 മടക്കി ഇങ്ങോട്ടേക്ക് വരും. എന്നാലും കുറച്ച് ഓവറായിപ്പോ അമ്മേ. ഞാനവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്നറിയോ? ഏട്ടന് നല്ല വിഷമമായിട്ടുണ്ട്. അവന് വിഷമാവട്ടെ മോളെ, ഭാര്യയേക്കാൾ വലുത് അമ്മയാന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കാനാ? അവൻ പഠിക്കട്ടെ മോളെ, പഠിക്കട്ടെ. അന്ന് ഞാൻ വിളിച്ചു പറയട്ടെ ഇവിടെ എത്തിയോണ്ട്. നീ എന്താ പൊട്ടത്തിയാണോ? ഫോണേ ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെക്കട്ടെ, അല്ലെങ്കിൽ നീ എപ്പോഴും അവനെ വിളിച്ചോണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ഇത്രയും ചെയ്താലും ഒരു ഉപകാരം ഉണ്ടാവില്ല. അപ്പൊ ഫോണ് സ്വിച്ച് ഓഫ് ആയ ഏട്ടൻ ഇങ്ങോട്ട് വിളിക്കില്ലമ്മേ? വിളിക്കട്ടെ, വിളിച്ചിട്ട് കിട്ടാതെ ആവുമ്പോഴാണ് അവൻ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോഴാണ് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. മോൾ അധികം ഒന്നും ആലോചിച്ചിരിക്കണ്ട, അകത്ത് പോയി ഫ്രഷ് ആവ്. അമ്മ അപ്പോഴത്തേക്കും കഴിക്കാനുള്ളത് എടുത്തിട്ട് വരാം. ഇല്ല, അമ്മ ഇവിടെ ഇല്ല. അമ്മ അമ്പലത്തിൽ പോയതാ. സന്ധ്യ എന്താ സമയമില്ലേ? ഓഫീസിൽ പോകുന്ന സമയം. എന്തോ അത് जीनी जीनी चदरिया रे राम नाम रस भीनी चदरिया रे राम नाम रस भीनी चदरिया जीनी. അല്ലടാ, നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പോയിട്ട് അവളെ വിളിച്ചിട്ട് തന്നെ. ഞാൻ പോയിട്ട് 3 ദിവസമായി. അവളെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. ഇനിയും വായിച്ച ശരിയാവില്ല. നീയൊക്കെ എന്താ ആണാടാ? നമ്മളെ എല്ലാവരും വെല്ലു വിളിച്ചല്ലോ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. എന്നിട്ട് അവളുടെ കാലും പിടിച്ച് ഇങ്ങോട്ട് കൂട്ടിട്ട് വരണം. നാണമില്ലടാ നിനക്ക്? നീ കാണിക്കുന്ന സ്നേഹമൊന്നും അവൾക്കില്ലടാ. നീ എത്ര പ്രാവശ്യം അങ്ങോട്ട് വിളിക്കുന്നത്? അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ? അവളുടെ അമ്മനെ വിളിച്ചു, അച്ഛനെ വിളിച്ചു, ആരെങ്കിലും ഫോൺ എടുത്തോ? അതിന്റെ അർത്ഥം എന്താ? നിന്നെ അവൾക്ക് വേണ്ട. അവളായിട്ട് പണിങ്ങി പോയതല്ലേ, അവൾ എന്നെ തിരിച്ചു വരട്ടെ. അല്ലാണ്ട് അയ്യോ പാവം പറഞ്ഞ ബാക്കിൽ പോയി കൂട്ടിട്ട് വന്നിട്ടേ പിന്നെ ഞാൻ മറ്റു എന്ത് വിലയാണ് എനിക്കുള്ളത്? അമ്മേ ഇനിയും വിട്ടാ ശരിയാവില്ല കേട്ടോ. ഇപ്പൊ തന്നെ ഞാൻ വന്നിട്ട് 3 ദിവസമായി. ഫോൺ ഇങ്ങനെ സ്വിച്ച് ഓഫ് ആക്കിട്ട് വെച്ചിട്ട് കാര്യങ്ങളൊന്നും നടക്കില്ല. അമ്മ ഫോൺ ഇങ്ങനെ തന്നെ ഏട്ടൻ ഇപ്പൊ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും അറിയോ? ആര് വിളിക്കാൻ? നിന്റെ ഭർത്താവോ? നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ അവൻ എന്നെ വിളിച്ചൂടെ? അല്ലെങ്കിൽ അച്ഛന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചൂടെ? അവൻ വിളിച്ചാ? ഇല്ലല്ലോ. എടി, നീ വിചാരിക്കണ പോലെ അവന് നിന്നോട് വലിയ സ്നേഹമൊന്നുമില്ല. പിന്നെ അമ്മ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചത് അവൻ നിന്നെ വിളിച്ചാൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. നീ നിന്റെ വില കളഞ്ഞിട്ട് അവന്റെ പിന്നാലെ പോവാതിരിക്കാൻ വേണ്ടിട്ടാ. ഇനിയിപ്പൊ അവനെ വിളിച്ചാ കിട്ടിയില്ലെങ്കില് ഇവിടം വരെ ഒന്ന് വന്നൂടെ? അവൻ വന്നില്ലല്ലോ. 3 ദിവസമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ അവൻ. 1 മണിക്കൂറല്ലേ ദൂരമുള്ളൂ. എടി പെണ്ണെ, നീ വിചാരിക്കണ പോലെ അവന് നിന്നോട് അത്ര വലിയ സ്നേഹമൊന്നുമില്ല. അവനിപ്പോ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ അടിച്ചു പൊളിച്ച് നടക്കാവും. നീ ഇവിടെ എന്തോ നഷ്ടപ്പെട്ട പോലെ വിഷമിച്ചിട്ടും മിണ്ടാതെയും ഒക്കെ ഇരിക്കുക. കുറച്ചു ദിവസം കൂടെ കഴിയട്ടെ മോളെ, എന്നാലേ അവൻ പഠിക്കുള്ളൂ. എന്തായാലും അവൻ നിന്റെ കാലം ചോട്ടിലേക്ക് വരും. അത് അമ്മയുടെ വാക്കാ. എന്താടാ സുഹിത്തെ, നീ കുറച്ചു ദിവസമായിട്ട് ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ, എന്താ പറ്റിയേ? ഒന്നുമില്ലടാ. ഒന്നുമില്ലാണ്ട് നീ ഇങ്ങനെ നിൽക്കൂലെന്നുള്ള എനിക്കറിയാം. എടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയടാ. ആന്നുമില്ലടോ, ഞാനും വൈഫും തമ്മിലേ ചെറിയൊരു പ്രശ്നം. ഇപ്പൊ അവള് പിണങ്ങി പോയിട്ട് 3 ദിവസമായി. അതിന്റെ ഒരു ഇതില് ഇതാണപ്പൊ ഒരു പ്രശ്നം. എടാ ഭാര്യയും ഭർത്താവും ആവുമ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണം, അതാണ് ജീവിതം. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒരു നല്ല ലെവലിൽ ഇങ്ങനെ ഒന്ന് സെറ്റായി പോകുമ്പോ ഉണ്ടാവുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതിനെ ഒരു ത്രില്ലുള്ളൂ. എടാ നിനക്കൊരു കാര്യം അറിയോ, ഞാനും എന്റെ ഭാര്യയും തമ്മില് മാസത്തിൽ 1 അടി ഉറപ്പാ. എന്നിട്ടാണെങ്കിൽ അവള് പിണങ്ങി പോവുകയും ചെയ്യും. പക്ഷെ ആ ഒരു പിണക്കമുണ്ടല്ലോ 1 ദിവസം, അതിനപ്പുറത്തോട്ട് പോവില്ല. ഒന്നെങ്കിൽ ഞാന് അല്ലെങ്കിൽ ഓള്, നമ്മൾ രണ്ടുപേരും പരസ്പരം സംസാരിച്ചൊരു കോംപ്രമൈസിലെത്തും. അല്ലടാ
അവളിപ്പോ വിളിച്ചിട്ട് എന്താ പറയണേ? അതന്നെടോ പ്രശ്നം. അവള് പോയ പിന്നെ ഫോൺ സ്വിച്ച് ഓഫ്. വിളിച്ചിട്ട് 3 ദിവസമായി. 3 ദിവസമായിട്ട് നിങ്ങൾ രണ്ടാളും വിളിച്ചില്ലേ? അത് ശരിയല്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, അവളെ പോയിട്ട് വിളിച്ചോണ്ടേ. വിളിച്ചിട്ട് വരണമെന്നൊക്കെ ഉണ്ട് ബ്രോ. പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല. അമ്മ പറയുന്നതേ അവളായിട്ട് പണങ്ങിപ്പോയതല്ലേ. ഇപ്പൊ ഞാൻ പോയിട്ട് അങ്ങോട്ട് വിളിച്ചാലേ അത് ആണത്തത്തിന്റെ പ്രശ്നം പറയുന്നത്. ആണത്തത്തിന്റെ പ്രശ്നമോ? അല്ലടാ, ഭാര്യന്റെ മുമ്പിൽ ഭർത്താവ് താന്നു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാടാ ആണത്തം ഇല്ലാണ്ടാവുന്നേ? അവര് നമ്മളെ മുമ്പിൽ താന്നു തരാറില്ലേ? എടാ, കല്യാണം കഴിഞ്ഞാൽ പരസ്പരം വിട്ടുകൊടുത്തും താന്നു കൊടുത്തൊക്കെ വേണം ജീവിക്കാൻ. അല്ലാതെ അതിൽ ആണത്തത്തിന്റെ പ്രശ്നമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞാലേ ഭാര്യന്റെയും ഭർത്താവിന്റെയും കാര്യത്തില് മൂന്നാമതൊരാളെ ഇടപെടുത്തരുത്. അത് ഭാര്യന്റെ ആൾക്കാരായാലും ശരി, ഭർത്താവിന്റെ ആൾക്കാരായാലും ശരി. അത് ഗുണത്തിനേക്കാളും അപ്പുറം ദോഷേ ചെയ്യുള്ളൂ. അതുകൊണ്ടേ അവര് വരും പറയണേ നീ കേൾക്കാൻ നിൽക്കണ്ട. നീ പോയിട്ടെ അവളെ വിളിച്ചോണ്ട് കൊണ്ടിരടാ. ഒരു കാര്യം ചെയ്, നീ കൂടെ വാ. എടാ, അത് വേണ്ടടാ, നീ ഒറ്റക്ക് പോയാൽ മതി. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞാനും കൂടെ അറിഞ്ഞെന്ന് പറയുമ്പോ അവൾക്ക് അതൊരു ഇതാവും. വേണ്ട, നീ പോയിട്ട് വാ. പോവാതെ. പോടാ, ചെല്. ശരി. ഓക്കെ. എന്താടി എന്റെ പൊന്നു മോളെ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 1/2 മണിക്കൂർ പോലും ആയിട്ടില്ലല്ലോ. അതിന്റെ ഇടയിൽ നീ ഒരു 15ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ വിളിക്കണേ. നീ എന്നാ പിണങ്ങി പോണെങ്കിൽ പോ. നോ, ഏത് നേരം കെട്ട നേരത്താണോ അവിടെ കെട്ടാൻ തോന്നിയ? ഓ, എന്തിനപ്പ ഇങ്ങനെ എഴുന്നള്ളിയേക്കണേ? ഞാൻ അവളെ വിളിച്ചോണ്ട് പോവാൻ വന്നാ. എന്തിന്? അവിടെ പോയിട്ട് എന്റെ മോളെ അമ്മയും മോനും കൂടി ദ്രോഹിക്കാനാ? ഇതേ അനാവശ്യം പറയല്ലേ. ഭാര്യയുടെ അമ്മയെന്നുള്ള ബഹുമാനം എപ്പോഴും തന്നിട്ടുള്ളൂ. അത് ഇല്ലാതാക്കരുത്. നിങ്ങൾ അവളെ വിളിച്ചേ. അവളെ വിളിക്കൊക്കെ ചെയ്യാം, പക്ഷെ ആ വീട്ടിലേക്ക് ഇനി എന്റെ മോളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്തോ, പുറത്ത് വേറൊരു വീട് വാടകയ്ക്ക് ഇട്ടോ, എന്നിട്ട് അവളെ കൊണ്ടൊന്ന് കൂട്ടിക്കൊണ്ടോക്കോ. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞാൻ തീരുമാനിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. മോളെ, ഇതാ മോളെ, അവിടുത്തെ വീട്ടില് പണിയൊന്നും ചെയ്യാൻ ആളില്ലാന്ന് പറഞ്ഞിട്ട് മോളെ കൂട്ടിക്കൊണ്ടുവന്നതാ. വേഗം ചെല്ലേ. അതെ, നിങ്ങൾ കുറച്ച് മര്യാദക്ക് സംസാരിച്ചോട്ടോ. എന്റെ അവളെ കാര്യത്തില് കൂടുതൽ ഇടപെടുന്ന നിങ്ങള്. അമ്മ ഇടപെടും. നമ്മൾ തമ്മിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അമ്മ ചാടിക്കയറി വന്ന് ഇടപെടുന്നില്ലേ? എന്റെ സന്ധ്യ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. നീ വെറുതെ വീഡിയോ ഇട്ട് ഇറങ്ങിത്താ. ഇനി എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. വാ സന്ധ്യ, നമുക്ക് പോവാം. അവൾ എവിടെയും വരില്ല. ഞാൻ പറഞ്ഞ പോലെ നീ പുറത്തു പോയിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുക്ക്, എന്നിട്ട് വാ. സന്ധ്യ, ഞാൻ നിന്നോടാ ചോദിക്കുന്നത്. നീ വരുന്നുണ്ടോ? അവള് പറയാനുള്ളത് തന്നെയാ ഞാൻ പറഞ്ഞത്. സന്ധ്യ, അവസാനമായിട്ട് ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണേ. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവണില്ലേ? എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഏട്ടപ്പൊ പോയില്ലേ? പോട്ടെടി, അവൻ പോട്ടെ. നിന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവൻ ഇപ്പൊ ഇങ്ങനെ പോവോ? അവനിപ്പോഴും അവന്റെ അമ്മേനെ വലുത്. അവൻ വരുമ്പോളെ അവൻ നിന്റെ കാലും ചോട്ടിലേക്ക് വരും. ഇപ്പൊ എന്തായടാ? നിന്റെ കൂട്ടുകാരന്റെ വാക്കും കേട്ട് എന്നെയും ധിക്കരിച്ച് അവളെ കൂട്ടാൻ വേണ്ടി പോയതല്ലേ? ഇപ്പൊ നിന്റെ അമ്മായിയമ്മന്റെ നിന്റെ ഭാര്യന്റെ വായിലേക്ക് നല്ലോണം കേട്ടപ്പോ സമാധാനമായില്ലേ? അമ്മ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? ഞങ്ങളെ പിരിപ്പിക്കാൻ നോക്കുകയാണ്, ഉറപ്പിച്ചുകൊണ്ട് നടക്കുകയാണെന്നുള്ളത്. ഇപ്പൊ നിനക്ക് അവരുടെ തനി സ്വഭാവം മനസ്സിലായില്ലേ? ഇനിയെങ്കിലും പഠിക്കടാ നീ. ഒരിതുമില്ല. ആരുടെ മുന്നില് ഈ രാജലക്ഷ്മി തോറ്റു കൊടുക്കില്ല. ഇനി എന്റെ മോളെ ഡൈവേഴ്സ് ആയിട്ട് വീട്ടിൽ വന്നാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്നാലും അവന്റെ വീട്ടുകാരുടെ മുന്നില് ഞാൻ താഴ്ന്നു കൊടുക്കില്ല. ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായില്ലേ? ഇതുവരെ കുട്ടികളൊന്നും ആയിട്ടില്ലല്ലോ. അവന്റെ അല്ലേ പ്രശ്നം. ഇനി എന്ന് ചികിത്സിച്ചിട്ട് കുട്ടി ഉണ്ടാവുന്ന? അതല്ലേ ഞാൻ ഈ ബന്ധം ഇങ്ങനെയാക്കാൻ കാരണവും. ഈ രണ്ടും കൂടി പിരിഞ്ഞാലേ എന്റെ മോൾക്ക് വേറെ നല്ല ബന്ധം കിട്ടും.
എടോ താനെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഈ ലോകത്ത് നമുക്ക് മാത്രമല്ല കുട്ടികളിനകത്ത്. ഈ ഡോക്ടർ പറഞ്ഞില്ല നാളെ മുതൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്ന്. അങ്ങനെ മരുന്ന് വെച്ചിട്ട് എത്ര ആൾ കുട്ടികൾ ഉണ്ടാകുന്നല്ലോ? എന്നാലും ഏട്ടാ ഞാനത് വിടറോ. ഇങ്ങനെ ടെൻഷൻ അടിച്ച പിന്നെ മരുന്ന് വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നമുക്ക് വരുന്ന തിരിച്ച് കാണാം. പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ എനിക്കാണ് പ്രശ്നം പറഞ്ഞത് കേട്ടോ, വേറൊന്നും അല്ല. അപ്പൊ നിനക്കാണെന്ന പ്രശ്നം എന്ന് പറഞ്ഞാലേ അമ്മ ദേഷ്യവും വാശിയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി തരും. അത് ചിലപ്പോൾ നിനക്ക് വിഷമം. നിന്റെ വീട്ടിലങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ. ആടോ വാ. സച്ചല്ലേ ഇത്? എടോ താൻ എപ്പോഴെങ്ങോട്ട് വന്നത്? ആ റസിയ, ഞാൻ വന്നിട്ട് 2 ആഴ്ചയായടോ. 2 ആഴ്ചയോ? എടി നിനക്ക് ഇങ്ങോട്ട് വന്ന എന്നൊന്ന് വിളിച്ചൂടെ? ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ നമ്മളൊന്നും വേണ്ട അല്ലേ? അങ്ങനെയൊന്നും ഇല്ലടാ. അത് ഞാൻ ചെറിയൊരു പ്രശ്നത്തിൽ. അത് വിട്. തന്റെ ഹസ്ബൻഡിന്റെ ഉമ്മ ഹോസ്പിറ്റലിലാണെന്ന് അമ്മ പറയണ കേട്ടു. എന്താടാ അസുഖം? അത് ചോദിക്കാതിരിക്കുന്ന നല്ലത്. ഉമ്മാക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ലടോ. അല്ല, നീ നേരത്തെ എന്തോ പ്രശ്നമുണ്ട് പറഞ്ഞില്ലേ? ഇതിനിടയ്ക്ക് അത് ചോദിക്കാനും വിട്ടുപോയി. എന്താടാ കാര്യം? എടോ താൻ എന്ത് പണിയാ കാണിച്ചത്? ഇത്രയും നല്ലൊരു ഹസ്ബൻഡിനെ കെട്ടിട്ട് തന്റെ അമ്മ പറയുന്ന വാക്കും കേട്ടിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി ഇങ്ങോട്ട് വന്നിരിക്കുക. മോളെ, എത്ര നല്ല ബന്ധമാണെങ്കിലും അത് തകർക്കാൻ ഒരൊറ്റ സെക്കൻഡ് മതി. പക്ഷെ തിരിച്ച് അതുപോലെ ചേർക്കണമെങ്കിലുണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാ. നമ്മളെ മനസ്സിലാക്കാനും കൂടെ നിൽക്കാനും ഒരു നല്ല ഭർത്താവിനെ കിട്ടുക പറഞ്ഞാൽ അത് വലിയൊരു കാര്യല്ലേ? ഇപ്പൊ നിന്റെ ഭാഗത്താണ് പ്രശ്നം ഉണ്ടായിട്ടും മൂപ്പര് സോറി ചോദിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നില്ലേ? എന്നിട്ട് നീ പോവാതിരിക്കുക? ദേ പെണ്ണെ, ഞാനൊരു കാര്യം പറയാ. നിന്റെ അമ്മയ്ക്ക് അവന്റെ വീട്ടുകാർക്കൊക്കെ ഈഗോ പ്രശ്നമാ. അവരുടെ ഇടയ്ക്ക് അവന്റെ വാക്കും കേട്ട് തുള്ളാൻ നിന്നാളുണ്ടല്ലോ, പിന്നെ നിന്റെ ജീവിതമായിരിക്കും ഇല്ലാതിരിക്കുക. നീ വേഗം പോവാൻ നോക്ക് അങ്ങോട്ട്. എടോ, അന്ന് ഏട്ടൻ ഇവിടെ വന്നിട്ട് അത്രയും ദേഷ്യപ്പെട്ടിട്ടാ പോയത്. ഇനിയിപ്പൊ ഞാൻ വിളിച്ച എന്താ പറയാന്നറിയില്ല. എടോ, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും അവർ പരസ്പരം ഇരുന്ന് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ മതി, അതങ്ങ് സോൾവ് ആകും. പക്ഷെ അതിനിടയ്ക്ക് ഈ 2 വീട്ടുകാർ ഇടപെടുമ്പോഴാ ആ പ്രശ്നം വളർന്ന് വളർന്ന് വലുതാകുന്നത്. പിന്നെ അതൊരിക്കലും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തതായി മാറിപ്പോവും. നീ ഒരു കാര്യം ചെയ്, നിന്റെ അമ്മ പറയുന്നത് നീ കേൾക്കാൻ നിൽക്കണ്ട. ഇപ്പൊ തന്നെ ഏട്ടനെ വിളിക്കാൻ നോക്ക്. നിന്നെ ഏട്ടനെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വിളിക്കാം. എന്നാ ഞാൻ പോട്ടെടോ, ഉമ്മക്ക് മരുന്നെടുത്ത് കൊടുക്കാണ്ട്. പിന്നെ മറക്കാണ്ട് വിളിക്കിട്ടാ. മോനെ, അടുത്ത മാസത്തെ പരിപാടി നീക്ക് 2 ദിവസം മുന്നേ നടത്തണം. നിങ്ങളൊക്കെ വേണം മുന്നിൽ നടത്തത്. അത് പ്രത്യേകിച്ച് പറയുന്ന വേണ്ട സുധാട്ടാ. രാഹുൽ വിളിച്ച് പറഞ്ഞായിരുന്നു 2 ദിവസമല്ല, ഒരാഴ്ച മുമ്പേ നമ്മളവിടെ എത്തും. അതെനിക്കറിയാം, ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ. എടാ മോനെ, വന്നപ്പോ തൊട്ട് ഫോൺ അടിക്കല്ലേ, ഒന്നെടുത്ത് സംസാരിക്കേ. ഭാര്യയല്ലേ വിളിക്കുന്നത്, രാഹുൽ അല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാവില്ല സുധാട്ടാ. ഞാൻ അവളെ വിളിക്കാൻ അവളെ വീട്ടിൽ ചെന്നല്ലേ, എന്നാലും അവളുടെ അമ്മയും ഓളും കൂടി ഞാൻ വല്ലാണ്ടങ്ങ് ഇൻസൾട്ട് ചെയ്ത്. എന്നാലും കുറച്ച് അവിടെ നിൽക്കട്ടെ, എന്നാലേ പഠിക്കൂ. എടാ, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എനിക്കറിയില്ല. പക്ഷെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലേ അത് ഈഗോ പ്രശ്നം വന്നാലേ അത് കുറച്ച് ബുദ്ധിമുട്ടാ. ഭാര്യന്റെ മുന്നിലേ കുറച്ച് താന്നു കൊടുത്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ പാവങ്ങളുണ്ടോ, അവർക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നീ ഫോണെടുത്ത് സംസാരിക്കേ. എടാ, നീ എങ്ങോട്ട് പോവുക? ഞാൻ എന്റെ ഭാര്യനെ വിളിച്ചുകൊണ്ടിരാൻ പോവാ. നിനക്ക് കിട്ടിയതൊന്നും പോരാടാ. വീണ്ടും അവളുടെ കാല് പിടിക്കാൻ പോവുക. ഏത് നേരം അവളുടെ മുൻപിൽ താഴ്ന്നു കൊടുക്കാൻ നാണമില്ല നിനക്ക്?
എന്റെ ഭാര്യന്റെ മുന്നിൽ താന്നു കൊടുത്തോണ്ട് എനിക്കൊരു കുഴപ്പമില്ലമ്മേ. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. പ്രശ്നം മുഴുവൻ അവളുടെ വീട്ടുകാരെ അമ്മയും തമ്മിലാ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, നിങ്ങളൊക്കെ കൂടിയല്ലേ ഈ കല്യാണം നടത്തുന്നത്? കല്യാണത്തിന് മുമ്പ് എന്തായിരുന്നു? എന്റെ മോന് മാത്രം കല്യാണം ശരിയായില്ല, പെൺകുട്ടികൾ നോക്കി അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ജാതം നോക്കുന്നു. എന്നിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം എന്താ ഈ അമ്മായിയമ്മമാർക്ക് മരുമക്കളെ കണ്ടുകൂടാത്ത? കല്യാണത്തിന് മുമ്പ് ഞാനും അച്ഛനും പണിക്ക് പോകുമ്പോ ഈ വീട്ടിലെ എല്ലാ പണിയും അമ്മ ഒറ്റയ്ക്കല്ലേ ചെയ്തിരുന്നത്. ഇപ്പൊ കല്യാണത്തിന് ശേഷം അവൾ ഇങ്ങോട്ട് വന്നപ്പോ അമ്മയ്ക്കൊരു സഹായമല്ലത്. എന്നിട്ട് എന്തിനാ അവളെ കുറ്റം പറയുന്നത്? അതാ എനിക്ക് മനസ്സിലാകത്ത്. അത് മാത്രല്ല, എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്റെ ഭാര്യനെ സപ്പോർട്ട് ചെയ്താൽ അപ്പൊ തുടങ്ങും, അയ്യോ കല്യാണത്തിന് ശേഷം മോൻ മാറിപ്പോയ അമ്മയും വേണ്ട കുടുംബം വേണമെന്ന്. എന്റെ ഭാര്യനെ ഞാനല്ലാണ്ട് പിന്നെ വേറെ ആരാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് തന്നേ പറ്റൂ. അത് ഭാര്യന്റെ വീട്ടുകാരായാലും ശരി, ഭർത്താവിന്റെ വീട്ടുകാരായാലും ശരി. അതുകൊണ്ട് ഇനി മുതൽ ഞങ്ങളുടെ കാര്യത്തിൽ അമ്മ ഇടപെടണ്ട. ഞാൻ അവളെ വിളിച്ചുകൊണ്ടിരാൻ പോവാ. അവൾ ഇവിടെ വന്നിട്ട് ആരെങ്കിലും ഒരാൾ അവളോട് പ്രശ്നം ഉണ്ടാക്കിയാ ഞങ്ങൾ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോ. പിന്നെ മരുമവൾ വന്നിട്ട് കുടുംബം വിരിച്ചു എന്ന് മാത്രം പറയരുത്. ഓ, നീ വീണ്ടും വന്നാ? എന്തിനാണാവോ ഇത്ര കാലം കഴിഞ്ഞിട്ട് കെട്ടി എഴുന്നള്ളിയേക്കണത്? സന്ധ്യേ, സന്ധ്യേ. ഒരു സന്ധ്യയില്ല. ഈ രാജലക്ഷ്മിയുടെ മോളാണെങ്കിലേ അവളിപ്പൊ അടി ഇറങ്ങില്ല. മോളെ, നീ എന്താടി ബാഗൊക്കെ ആയിട്ട്? ഓ, ഒരു മാസം അവനെ കാണാതിരുന്നപ്പോഴേക്കും നീ അമ്മ പറഞ്ഞതൊക്കെ മറന്നൂലേ? നിന്റെ നല്ലതിന് വേണ്ടിട്ടാ അമ്മ ഈ പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ. എന്നിട്ട് നീ അമ്മേനെ നാണം കെടുത്തിട്ട് പോവാ? എന്റെ നന്മയ്ക്ക് വേണ്ടി അമ്മ പ്രവർത്തിച്ചൊക്കെ മതി. ഞാൻ അമ്മേന്റെ മോള് മാത്രമല്ല, ഒരു ഭാര്യ കൂടിയാ. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ അമ്മ ഇനി ഇടപെടണ്ട. ഞാൻ അങ്ങോട്ട് പിണങ്ങി വന്നത് ഏട്ടനോടുള്ള സ്നേഹക്കുറവുണ്ടല്ല, എന്റെ വിവരക്കേടുകൊണ്ട്. അമ്മ എന്നെ പറഞ്ഞു അങ്ങനെ ആക്കിയതുകൊണ്ട്. നിങ്ങളുടെ മോള് ഡിവോഴ്സ് ആയാലും കുഴപ്പമില്ല അല്ലെ? കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തത് ഏട്ടന്റെ കുഴപ്പം കൊണ്ടല്ല, എന്റെ പ്രശ്നമാ. എന്നിട്ട് അതൊന്നും ആരോട് പറയണ്ടെന്ന് ഏട്ടൻ പറഞ്ഞതാ. ആ മനുഷ്യനല്ലേ ഇത്രയും കാലം വേദനിപ്പിച്ചത്. അതിന് ദൈവം പോലും എന്നോട് പൊറുക്കില്ല. ഇനി അങ്ങനെ അമ്മ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടാണ്ടല്ലോ. കല്യാണത്തിന് ശേഷം ഒരിക്കലും മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ കൂടുതലായി ഇടപെടാതിരിക്കുക. എങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിന്റെ 90% കുറഞ്ഞേനെ.